അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇന്ന് ഏത് കഥയാണ് അങ്കിൾ പറയാൻ പോകുന്നത്? ഇൻഷാ അല്ലാ, ഞാൻ പറയാൻ പോകുന്നത് ഇസ്ലാമിലെ ആദ്യത്തെ മുഹ്സിനിന്റെ കഥയാണ്. അദ്ദേഹം ആരാണെങ്കിൽ? അദ്ദേഹത്തിന്റെ പേര് ഹസ്രത്ത് ബിലാൽ ബിൻ റബ്ബാഹ് എന്നാണ്. എങ്കിൽ പെട്ടെന്ന് പറയൂ. ശരി, ശ്രദ്ധിച്ചു കേട്ടോ. ബിസ്മില്ലാഹ്. The story of Hazrat Bilal bin Rabah റളിയല്ലാഹു അൻഹു. ഇസ്ലാം മതത്തിന്റെ ആദ്യത്തെ മുഅസ്സിനായ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ബിലാൽ ബിൻ റബ്ബ, ചില സമയങ്ങളിൽ ബിലാൽ ദി എത്യോപ്യൻ എന്നും അറിയപ്പെട്ടിരുന്നു. മസ്ജിദിൽ ബാങ്ക് വിളിക്കുന്നതിനും വെള്ളിയാഴ്ച പ്രത്യേക പ്രാർത്ഥനയ്ക്കും തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു മുഅസ്സിൻ. എത്യോപ്യയിൽ നിന്നുള്ള ഒരു കറുത്ത അടിമയായിരുന്നു അദ്ദേഹം. ആദ്യകാല ആഫ്രിക്കൻ മുസ്ലിമായ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ലോക മുസ്ലിങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. പടിഞ്ഞാറൻ അറേബ്യയിലെ ഒരു മലമ്പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് റബ്ബാഹ് എന്നും മാതാവിൻ്റെ പേര് ഹമാമ എന്നുമാണ്. എത്യോപ്യയിൽ നിന്നുള്ള അടിമകളായിട്ടാണ് അവർ അറേബ്യയിലേക്ക് വന്നത്. ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ധനികനായ ഉമയ്യ ബിൻ ഖലീഫ് ബിൻ സഫ്വാൻ എന്ന ആളുടെ അടിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഒരു അടിമയായി യജമാനന് വേണ്ടി ജോലി ചെയ്തു. അവരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വിശ്വസ്തനും പ്രവാചകനോട് ഏറ്റവും ആത്മാർത്ഥതയുമുള്ള ഒരു അനുയായിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അള്ളാഹുവിൽ കടുത്ത വിശ്വാസവും പ്രവാചകനോട് അമിതമായ സ്നേഹവും ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദം പ്രവാചകന് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രവാചകൻ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅസ്സിനായി നിയമിച്ചു. പ്രവാചകനെ കണ്ടുമുട്ടുന്നതിനു മുൻപ് അദ്ദേഹം ഉമയ്യ എന്ന ആളുടെ അടിമയായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. അറേബ്യയിലെ കത്തുന്ന സൂര്യന്റെ താഴെയായിരുന്നു ആടുകളെ മേയിച്ചിരുന്നത്. അതുകൊണ്ട് കുറച്ചു സമയം വിശ്രമിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം വിശ്രമിക്കാനായി അടുത്തുള്ള കെട്ടിടത്തിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവിടെ നിന്ന് യജമാനന്റെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടു. ഖുറൈശി ഗോത്രത്തിലെ ഒരംഗവും ബനു ജുമാഹയുടെ തലവനുമായ ഉമയ്യ ആയിരുന്നു അദ്ദേഹത്തിന്റെ യജമാനൻ. എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിലും യജമാനന്റെ മുറിയുടെ അടുത്തേക്ക് ചെല്ലാൻ അദ്ദേഹത്തിന് ഭയമായിരുന്നു. അദ്ദേഹത്തിന്റെ യജമാനൻ ക്രൂരനായ ഒരാളായിരുന്നു. അയാൾ എപ്പോഴും അദ്ദേഹത്തെ ഉപദ്രവിക്കുമായിരുന്നു. അദ്ദേഹം ജനലിനടുത്തേക്ക് ചെന്ന് നോക്കി. മക്കയിലെ കുലീനരായ കുറച്ച് പേരോടൊപ്പം അദ്ദേഹത്തിന്റെ യജമാനനെ കണ്ടു. എല്ലാവരും നിരാശരായിരുന്നു. യജമാനന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. മുഹമ്മദ് ഇത്തരമൊരു നഗരത്തെ ശല്യപ്പെടുത്തുന്നതിനെ നമ്മൾ അനുവദിക്കരുത്. അയാൾ നമ്മുടെ വിഗ്രഹങ്ങളെ അനാദരവോടെയാണ് പരിഗണിക്കുന്നത്. അവൻ പറയുന്നത് ലോകത്ത് ഒരേയൊരു ദൈവമേ ഉള്ളൂ, എല്ലാവരും ആ ദൈവത്തെ ആരാധിക്കണമെന്നാണ്. അത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയാമോ? എൻ്റെ ആജ്ഞ അനുസരിക്കുന്ന അടിമയും മക്കയിലെ മാന്യനായ ഞാനും ഒരേ ദൈവത്തെ ആരാധിക്കണമെന്നാണോ? ഇത് പരിഹാസ്യമാണ്. അത് എങ്ങനെ സാധിക്കും? അപ്പോൾ മറ്റൊരാൾ മറുപടി പറഞ്ഞു, നമ്മളൊരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്. മുഹമ്മദിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. സത്യസന്ധതയ്ക്കും വിശ്വാസത്തിനും പേര് കേട്ടവനാണ് അവൻ. അപ്പോൾ ഉമയ്യ മറുപടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് എല്ലാവരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അത് നല്ല ആശയമാണ്, മറ്റുള്ളവർക്ക് തോന്നി. ഈ തീരുമാനം അവർ അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. ആ രാത്രിയിൽ ഉറങ്ങാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞില്ല. യജമാനന്റെ വാക്കുകളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് സത്യമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മക്കയിലെ പ്രമുഖന്മാർ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞത്? യജമാനൻ ഉണ്ടാക്കിയ പദ്ധതികളിൽ ആളുകൾ വിശ്വസിക്കുമോ എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു.
ദൈവം ഒന്നേയുള്ളൂ എന്ന് പ്രവാചകൻ പറഞ്ഞതാണ് സത്യം. പ്രവാചകൻ മക്കയിലെ ഏറ്റവും നിഷ്കളങ്കനും വിശ്വസ്തനും സത്യസന്ധനുമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പ്രവാചകന്റെ പ്രസംഗത്തെ അവർ ഭയപ്പെടുന്നത് എന്തിനാണെന്നോർത്ത് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അടുത്ത ദിവസം ആളുകൾ പ്രവാചകനെ കുറിച്ച് സംസാരിക്കുന്നതും അദ്ദേഹം കേട്ടു. പ്രവാചകന് ഭ്രാന്താണെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അത് സത്യമല്ലെന്ന് ബോധ്യപ്പെടുത്തുവാൻ പല പ്രാവശ്യം അദ്ദേഹം അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആരും അദ്ദേഹം പറയുന്നത് വിശ്വസിച്ചില്ല. ദിവസങ്ങൾ കടന്നു പോകുന്തോറും പ്രവാചകനെ കുറിച്ചുള്ള വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തി. ആളുകൾ പ്രവാചകന്റെ അനുയായികളായി മാറുന്നതിനെക്കുറിച്ചും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയവർ പീഡിപ്പിക്കപ്പെടുന്നതായും കൊല്ലപ്പെടുന്നതുമായുള്ള വാർത്ത അദ്ദേഹം കേട്ടിരുന്നു. പ്രവാചകനെക്കുറിച്ച് അദ്ദേഹം ഉത്കണ്ഠയായി. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വേദന കോപമായി തീർന്നു. ഞാൻ ഈ ക്രൂരതകൾക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹം സ്വയം പറഞ്ഞു. ഒരു ദിവസം അബൂജഹലിന്റെ കൈകളാൽ അംർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയും ബാപ്പയും രക്തസാക്ഷിയായി എന്ന വാർത്ത അദ്ദേഹം കേട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു അംർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെ അറിയാമായിരുന്നു. മക്കയിലെ നിഷ്കളങ്കനും സത്യസന്ധനുമായ ഒരു യുവാവായിരുന്നു അദ്ദേഹം. അംർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനനായ അബൂജഹലിനെ അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു. മക്കയിലെ ഖുറൈശികളിൽ ക്രൂരതയ്ക്ക് പേര് കേട്ട ആളായിരുന്നു അദ്ദേഹം. ഒരു ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ യജമാനന്റെ അടുത്തേക്ക് പോകുന്നതിന് പകരം നേരെ പ്രവാചകന്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് അള്ളാഹുവിന്റെ ദൂതനായ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം നേരിട്ട് കാണുന്നത്. അദ്ദേഹം കാണുമ്പോൾ പ്രവാചകന് നല്ല പൊക്കവും ഈമാന്റെ പ്രകാശവും ഉണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം നഷ്ടപ്പെട്ട പ്രതീക്ഷകൾ വീണ്ടെടുത്തു. കുറച്ചു സമയം പ്രവാചകൻ അദ്ദേഹത്തോട് സംസാരിച്ചു. പ്രവാചകന്റെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകാൻ തോന്നിയില്ല. അതോടെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ഇസ്ലാമിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവും അനുയായികളും രാത്രിയുടെ ഇരുട്ടിൽ ഒരു യോഗം ചേർന്നു. പ്രവാചകന്റെ വാക്കുകൾ അവരുടെ ജീവിതം മാറ്റിമറിച്ചു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ അവർ ഇനി വിശ്വസിക്കുകയില്ല. കാരണം അവർ ഇപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിരുന്നു. കഥ ഇഷ്ടമായോ അബു? നാളെ മറ്റൊരു കഥ പറയാം. താങ്ക്സ്. മഅസ്സലാമ യൂസുഫ് അങ്കിൾ. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. മഅസ്സലാം അബു.